ഹായ് ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ബോൾസം പ്ലാന്റ്സ് കണ്ടാലോ. ചൈനീസ് ബോൾസം അല്ലെങ്കിൽ ഇംപേഷ്യൻസ് ബോൾസം എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ബോൾസമാണ് ഈ കാണുന്നത്. ഈ ബോൾസം ചെടികൾക്ക് ഒരുപാട് കളേഴ്സിൽ പൂക്കൾ തരുന്ന ചെടികളുണ്ട്. ഇതിൻ്റെ നാടൻ ഇനങ്ങളും കണ്ടിട്ടുണ്ടാവും. നാടൻ ഇനങ്ങളെക്കാൾ ഭംഗിയുള്ളതും കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ലീഫും ഫ്ലവേഴ്സും വലിപ്പത്തിലാണെങ്കിലും കുറച്ചും കൂടി വലിപ്പമുള്ള ഫ്ലവേഴ്സുമാണ് ഹൈബ്രിഡ് ഇനത്തിൽ വരുന്നത്. ഇത്തരത്തിലുള്ള 10 ചെടികളാണ് നമ്മൾ കോംബോ ഓഫറിൽ തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെടികളൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് കളർ വെറൈറ്റീസ് വരുന്നത്. പൂക്കളുള്ള ചെടികളല്ല നമ്മൾ തരുന്നത്, കുറച്ചും കൂടി വലിപ്പം എത്തേണ്ടതുണ്ട് ഇതിനകത്ത് പൂക്കൾ ഉണ്ടായി വരാനായിട്ട്. റൂട്ടഡ് ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. അതും 25 രൂപയ്ക്കാണ് നമ്മൾ ഒരു ചെടി തരുന്നത് കേട്ടോ. ഇതിലെ ഓരോ ചെടികളുടെയും ഇലകൾ കാണുമ്പോഴുള്ള ആ ഒരു വ്യത്യാസമാണ് പൂക്കളിലും വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസത്തിൽ 10 കളറിലുള്ള പൂക്കളാണ് ഈ പ്ലാന്റിൽ ഉണ്ടാവുന്നത്. വൈറ്റ്, റെഡ്, ഓറഞ്ച്, പിന്നെ ഡബിൾ ഷെയ്ഡുകളിൽ ഒരുപാട് വെറൈറ്റീസ്, ലീഫിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റീസ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ടുകളെല്ലാം ഈ ജിഫി ബാഗിൽ നിന്ന് പുറത്തേക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് പോട്ടി മിക്സിലേക്ക് നടുമ്പോൾ ഈ ജിഫി ബാഗ് കട്ട് ചെയ്യണമെന്നോ റിമൂവ് ചെയ്യണമെന്നോ നിർബന്ധമില്ല. നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സിൽ നടാൻ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടികൾ അയക്കാറുണ്ട്. അത് ക്ലേ ആണോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അത് ക്ലേ അല്ല, നമ്മുടെ നാച്ചുറൽ സോയിലാണ്. അതിലേക്ക് വളങ്ങളും പോട്ടി മിക്സും ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ പിടിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ സാധാരണ മണ്ണിൽ മാത്രം ചെടികൾ നടുന്നത്. ആ മണ്ണും കഴുകിക്കളയേണ്ടതോ ഒഴിവാക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. ആ മണ്ണ് ഒഴിവാക്കുന്നതിനോടൊപ്പം ചെടികളുടെ റൂട്ട് പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചെടികൾ വേഗം തന്നെ നശിച്ചു പോകും. നല്ലൊരു പോട്ടി മിക്സ് ഉണ്ടാക്കി അതിലേക്ക് നമ്മുടെ പ്ലാന്റ് ആ മണ്ണോട് കൂടി നട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ പ്ലാന്റ് നന്നായി വന്നോളും. പിന്നെ ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഈ ചെടികൾ ആരും മഴയത്ത് വെക്കരുത്. മണ്ണും മണലും കൊക്കോപീറ്റും അതുപോലെ തന്നെ വളമായിട്ട് അടിവളമായിട്ട് ചാണകപ്പൊടിയും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മണലും കൊക്കോപീറ്റും ഒന്നിച്ച് വേണമെന്ന് നിർബന്ധമില്ല. രണ്ടും മിക്സ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ പോട്ടി മിക്സ് കുറച്ചും കൂടി എയറേഷനുള്ളതും നന്നായിട്ട് റൂട്ട് ആഴ്ന്നിറങ്ങാനും പെട്ടെന്ന് തന്നെ ചെടികളുടെ വളർച്ചയ്ക്കും അത് സഹായിക്കുന്നതായിരിക്കും. നമ്മുടെ ഗാർഡനിൽ ഇതിൻ്റെ 10ലേറെ കളേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ചെടികൾ അയക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം കളേഴ്സ് ഉൾപ്പെടുത്തി 10 വെറൈറ്റീസാണ് ഓരോ കോമ്പോസെറ്റിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് പേർക്ക് തരാനുള്ള ചെടികളാണ് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നത്. ഇത് അയക്കുമ്പോഴുള്ള കൊറിയർ ചാർജ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ എക്സ്ട്രാ വരുന്നതായിരിക്കും. ഒരു പ്ലാന്റിൻ്റെ റേറ്റാണ് നമ്മൾ 25 രൂപ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ചെടികൾ നമ്മൾ കൊറിയർ വഴിയാണ് അയക്കുന്നത്. കസ്റ്റമറിന് നിർബന്ധമാണെങ്കിൽ മാത്രമാണ് നമ്മൾ പോസ്റ്റൽ വഴി അയക്കുന്നത്. അതിൽ നമുക്ക് റിസ്ക് ഉണ്ടായിരിക്കുന്നതല്ല. കൊറിയർ വഴി അയക്കുന്നത് നമ്മുടെ റിസ്കോടുകൂടി തന്നെയായിരിക്കും അയക്കുന്നത്. അതുപോലെ തന്നെ സെൻസിറ്റീവായിട്ടുള്ള ചെടികളും കസ്റ്റമർ റിസ്കിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. അല്ലാത്ത ചെടികൾ നമ്മുടെ റിസ്കിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബോക്സ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആവുകയോ ചെടി മുഴുവനായിട്ട് നശിച്ചു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ചെടികൾ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തു വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മളിത് റീപ്ലേസ് ചെയ്ത് തരിക. ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ചെടികൾ 3 വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ 2 വെറൈറ്റിയൊക്കെയാണ് കോമ്പോസെറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇതുകൂടാതെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം നല്ല കളേഴ്സിലുള്ള വെറൈറ്റീസ് തന്നെ നോക്കി കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് അയക്കുന്നതിനുള്ള ചാർജ് ഓഫർ റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാത്തതിന് കാരണം കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും വാങ്ങുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ചാർജ് പറഞ്ഞ് വാങ്ങാൻ പറ്റില്ല. ഇതേപോലെയുള്ള ചെടികളാണ് അയക്കുന്നത്. ഇതുപോലെയുള്ള ചെടികൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് വഴി ബുക്ക് ചെയ്ത് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ്.